ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് 2026 ജനുവരി 1-ാം തീയതി പുതിയ വർഷം തുടങ്ങുന്ന അന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ആ ഒരു വർഷം മുഴുവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എങ്ങനെ നമ്മൾ തുടങ്ങണം എന്നുള്ളതിനെക്കുറിച്ചുമാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നതിന് മുൻപായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ ശ്രമിക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വീട്ടിൽ പുലയാണ്, വാലായ്മയുണ്ട്, അല്ലെങ്കിൽ പീരിയഡ്സ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഇതൊന്നുമില്ലാത്ത മറ്റാരെ കൊണ്ടെങ്കിലും നമ്മളിത് ചെയ്യിക്കാൻ ശ്രമിക്കണം. ഇപ്പം ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമാണ് ഒരു ന്യൂ ഇയർ എങ്കിൽ പോലും അതിൻ്റെ മാറ്റങ്ങൾ നമ്മളിൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. സോ എല്ലാവരും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തന്നെ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു 2026 ഇത് കൂട്ടുമ്പം നമുക്ക് കിട്ടുന്നത് 10 എന്ന് പറയുന്നതാണ്. 10 എന്ന് പറഞ്ഞാൽ 1. നമ്പർ 1 എന്ന് പറയുന്നത് സൂര്യഭഗവാന്റെ നമ്പറാണ്. സോ ഈ ഒരു വർഷം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഭഗവാൻ സൂര്യനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം മുഴുവൻ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉടനെ കിഴക്കോട്ട് നോക്കി സൂര്യഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ശീലമാക്കണം. മുൻജന്മ കർമ്മദോഷങ്ങളും പിതൃശാപവും മക്കളെ കൊണ്ടുള്ള വിഷമങ്ങളും ഒക്കെ മാറാനും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവാനും നമുക്ക് മുൻപിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് മുൻപിലുള്ള ഒരു തെളിവായിട്ടുള്ള ഒരു ഈശ്വരനാണ് സൂര്യൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു 2026 മുഴുവൻ നിങ്ങൾ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കണം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി വന്ന് സൂര്യഭഗവാന് അർഘ്യം കൊടുക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വർഷം മുഴുവൻ നിങ്ങൾ ഭഗവാന് അർഘ്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അർഘ്യം കൊടുക്കാത്തവരാണെങ്കിൽ കിഴക്കോട്ട് നോക്കി നിന്ന് ഒന്നെങ്കിൽ ഓം സൂര്യായ നമഃ എന്നുള്ള മന്ത്രം, അങ്ങനെ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അക്ഷയ മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്, ആ ഒരു മന്ത്രമാണെങ്കിലും നിങ്ങൾക്ക് ചൊല്ലിയാൽ മതിയാവും. അതേപോലെ സപ്തമി തിഥികളിൽ പ്രത്യേകിച്ച് സൂര്യഭഗവാന് നമ്മൾ ഗോതമ്പ് ദീപം തെളിയിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. അതേപോലെ നമ്മൾ സപ്തമി തിഥികളിൽ മാത്രമല്ല ഞായറാഴ്ചകളിലും ഭഗവാന് ഗോതമ്പ് ദീപം തെളിയിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു വർഷത്തിൻ്റെ ഒരു പ്രത്യേകത 1-1-1, അതായത് 1-ാമത്തെ മാസം 1-ാമത്തെ ദിവസം, ആ ഒരു വർഷത്തിൻ്റെ കൂട്ടുതുക എന്ന് പറയുന്നത് 1 നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി, ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാവാൻ സൂര്യഭഗവാന്റെ അനുഗ്രഹത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു 1-ാം തീയതി വിനിയോഗിക്കാവുന്നതാണ്. സോ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളന്ന് സൂര്യോദയത്തിന് മുൻപ് തീർച്ചയായിട്ടും ഉണർന്നിരിക്കണം. ചെയ്യേണ്ടുന്ന വളരെയധികം പ്രധാനപ്പെട്ട ലക്ഷ്മി പൂജയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു. കാണാത്തവർ അതുപോയി കാണണം. താല്പര്യമില്ലാത്തവർക്ക് ഈ കാര്യങ്ങളാണെങ്കിലും ചെയ്താൽ മതിയാവും. ഒന്നെങ്കിൽ നിങ്ങളൊരു വെറ്റിലയോ വാഴയിലയോ ചെറിയൊരു ബ്രാസിൻ്റെ പ്ലേറ്റോ എടുത്ത് അതിൽ ഗോതമ്പ് പൊടിയല്ല മുഴുവനായിട്ടുള്ള ഗോതമ്പ് നിരത്തി അതിന് പുറത്ത് ഒരു മൺവിളക്കോ ബ്രാസിൻ്റെ ചെറിയ വിളക്കോ വെച്ചിട്ട് നല്ലെണ്ണയൊഴിച്ച് കിഴക്ക് ഫേസ് ചെയ്തൊരു ദീപം കൊളുത്തി വെക്കാവുന്നതാണ്. അത് കൊളുത്തി വെച്ചിട്ട് സൂര്യഭഗവാനെ നോക്കി ഓം ഗ്രണി സൂര്യായ നമഃ എന്നുള്ള മന്ത്രം 11 പ്രാവശ്യം ജപിച്ച് ഈ വർഷം മുഴുവൻ സൂര്യഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണമെന്നും എല്ലാ ഐശ്വര്യങ്ങളും തരണമെന്നും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ഇനി ചിലപ്പം അബ്രോഡൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ഹോളായിട്ടുള്ള ഗോതമ്പ് കിട്ടാനില്ലാത്തവർ മാത്രം ഗോതമ്പ് പൊടി എടുക്കുക. ഗോതമ്പ് പൊടിയിൽ ശുദ്ധമായ ജലമൊഴിച്ച് നമ്മൾ മാവിളക്കുണ്ടാക്കുന്നത് പോലെ ഒരു വിളക്കുണ്ടാക്കി അതിൽ നല്ലെണ്ണയൊഴിച്ച് കിഴക്ക് ഫേസ് ചെയ്ത് ദീപം കൊളുത്തി ഈ ഒരു മന്ത്രം ചൊല്ലണം. അതിനുശേഷം നമ്മൾ പൂജാമുറിയിൽ, ഇപ്പം നിങ്ങൾ വെളുപ്പിനെ, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നവരാണെങ്കിലും ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഗോതമ്പ് ദീപം തെളിയിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അതായത് നമ്മൾ എടുക്കേണ്ടത് ഒരു വൈറ്റ് കളറിൽ പേപ്പർ എടുക്കണം.
A4 ഷീറ്റ് പേപ്പറോ എന്ത് പേപ്പറും ആയിക്കൊള്ളട്ടെ, ഒരു വൈറ്റ് കളറിലെ പേപ്പർ എടുക്കുക. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന യന്ത്രം ഇത് സൂര്യയന്ത്രമാണ്. പൂജാമുറിയിൽ ഒരു വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് അതിന് മുൻപിലിരുന്ന് വേണം ഇത് ചെയ്യാൻ. ഈ ഒരു യന്ത്രം ഏറ്റവും നല്ലത് യെല്ലോ കളറിൽ മാർക്കറോ സ്കെച്ച് പെന്നയോ പേനയോ ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ്. അങ്ങനെ അല്ല, യെല്ലോ കളർ കിട്ടാനില്ലാത്തവർക്ക് ഗ്രീൻ കളറിലെ ഒരു പേന എടുത്തിട്ട് ഈ ഒരു സൂര്യയന്ത്രം അതിൽ വരയ്ക്കണം. അതിൽ വരച്ചിട്ട് ആ പേപ്പറിൻ്റെ 4 വശത്തും മഞ്ഞൾ കുങ്കുമം പൊട്ടുവെക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് മുൻപേ 11 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞ മന്ത്രമുണ്ടല്ലോ, ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ മന്ത്രം ഒരു പ്രാവശ്യം ആ യന്ത്രത്തിൻ്റെ താഴെയായിട്ട് എഴുതിയിട്ട് അതിന് താഴെയായി ഈ 2026 നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണോ നടന്നു കിട്ടേണ്ടത് ആ ആഗ്രഹങ്ങളെല്ലാം അക്കമിട്ട്, അതായത് 1 2 3 ഇട്ടിട്ട് ഒരു 11 ആഗ്രഹങ്ങൾ നമ്മൾ എഴുതുക. അങ്ങനെ എഴുതിയിട്ട് അത് അതേപോലെ അടയ്ക്കരുത്, ഓപ്പണായിട്ട് തന്നെ നമ്മൾ നമ്മുടെ പൂജാമുറി എന്ന് ഉദ്ദേശിച്ചാൽ എവിടെയാണോ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നത് ആ ഒരു ഭാഗത്ത് വെച്ച് സൂര്യ ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ച് ആദിത്യ ഹൃദയ സ്തോത്രം അറിയാമെങ്കിൽ അതൊരു പ്രാവശ്യം ജപിക്കുക. ഇല്ലെങ്കിൽ ഓം സൂര്യായ നമഃ എന്നുള്ള മന്ത്രം ഒരു 11 പ്രാവശ്യം ജപിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ, അതായത് 5-നും 5:15-നും ഇടയ്ക്ക് സമയത്ത് നിങ്ങൾ ആ ഒരു പേപ്പർ എടുക്കുക. ഇനി നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞ് അപ്പോൾ തന്നെ ആ പേപ്പർ മടക്കാതെ ഒരു ബുക്കിനുള്ളിലോ മറ്റോ വെച്ച് നിങ്ങളുടെ ബാഗിൽ വെച്ച് ജോലി സ്ഥലത്തോട്ട് കൊണ്ടുപോകാം. 5-നും 5:15-നും ഇടയ്ക്കുള്ള സമയത്ത് ആ പേപ്പർ എടുത്തിട്ട് അതിലെഴുതിയിരിക്കുന്ന ആഗ്രഹങ്ങൾ, അതായത് ആദ്യം നമ്മൾ ആ ഒരു യന്ത്രം നോക്കണം. യന്ത്രത്തിനടിയിൽ എഴുതിയിരിക്കുന്ന മന്ത്രം ഒരു തവണ വായിക്കണം. അതിനുശേഷം നിങ്ങൾ എത്ര ആഗ്രഹങ്ങൾ, ഞാൻ പറഞ്ഞു 11 ആഗ്രഹങ്ങൾ എഴുതാവുന്ന, ഒരാഗ്രഹം എഴുതാം, 2 ആഗ്രഹം എഴുതാം, 6 ആഗ്രഹം എഴുതാം. ഏറ്റവും കൂടുതൽ 11 ആ ആഗ്രഹങ്ങൾ എഴുതിയതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി എടുത്ത് ആ ഒരു പേപ്പറിന് മുകളിൽ കൂടിയിട്ട് വിതറിയതിന് ശേഷം ആ പേപ്പർ 4 മടക്കണം. 4 ഫോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണം. ക്ഷേത്രത്തിൽ പോകുമ്പം ചെയ്യേണ്ടുന്ന കാര്യം, ഒരു 10 രൂപയുടെയോ 20 രൂപയുടെയോ 50 രൂപയുടെയോ എത്രയാണോ 1-ാം തീയതിയാണ് നമുക്ക് പൈസ ദാനം ചെയ്യാം, അന്നം ദാനം ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം എത്ര രൂപയാണോ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ കൊടുക്കാൻ താല്പര്യം ആ എമൗണ്ട് എടുക്കുക. ആ എമൗണ്ട് വെച്ചിട്ട് ആ ഒരു പൈസ നൂർത്ത് പിടിക്കുക. ഇപ്പം നോട്ടാണല്ലോ, അതിനുള്ളിൽ നമ്മൾ 4 മടക്കിയ ഈ ഒരു യന്ത്രം വരച്ച പേപ്പർ വെച്ചിട്ട് ആ നോട്ട് മടക്കി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിലോട്ട് ഇട്ടിട്ട് മനസ്സുരുകി തന്നെ ഭഗവാനോട് എൻ്റെ ഈ ആഗ്രഹം നടത്തി തരണമെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വൈകിട്ട് ക്ഷേത്രത്തിൽ പോകാൻ സമയമില്ല എന്നുള്ളവരാണെങ്കിൽ ഈ കാര്യം രാവിലെ ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഈ ഒരു യന്ത്രം എഴുതി പൂജാമുറിയിൽ ഏറ്റവും കുറഞ്ഞതൊരു 24 മിനിറ്റെങ്കിലും വെച്ചിരിക്കണം. വെച്ചതിന് ശേഷം ആ യന്ത്രം എടുത്തിട്ട്, അതായത് ആ പേപ്പറിൽ നമ്മൾ യന്ത്രം വരച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ ചെയ്ത് പൈസയ്ക്കുള്ളിൽ വെച്ച് അത് മടക്കി കൊണ്ടുപോയി ഇടാവുന്നതാണ്. ഇനി ക്ഷേത്രം അടുത്തില്ലാത്തവരാണ്, അബ്രോഡൊക്കെ താമസിക്കുന്നവരാണ്, വീടിനടുത്ത് ക്ഷേത്രമില്ല, പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നവർക്ക് ചെയ്യേണ്ടത് ഇതേ കാര്യം തന്നെയാണ്. നിങ്ങളത് മടക്കി നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന മണി പേഴ്സിനുണ്ടല്ലോ അതിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഈ 2026 മുഴുവൻ അതവിടെ ഇരുന്നു കൊള്ളട്ടെ. 2027 തുടങ്ങുന്നതിന് മുൻപ് എപ്പോഴാണോ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നത് ആ ഒരു സമയത്ത്, അതായത് 2027 വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളിൽ നിങ്ങൾക്കത് കൊണ്ടുപോയി ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഈ ഒരു റെമഡി ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് ഐശ്വര്യം തരുന്നത് മാത്രമല്ല, നമ്മൾ അതിൽ എഴുതി വച്ചിരിക്കുന്ന ആഗ്രഹങ്ങളെ സൂര്യഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടത് കുളിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് കിഴക്ക് നോക്കി 1 മിനിറ്റ് മൗനമായിട്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞായറാഴ്ച സപ്തമി തിഥികളിൽ ഭഗവാന് ഗോതമ്പ് ദീപം തെളിയിക്കാൻ പറ്റുന്നവർ മുടങ്ങാതെ അത് ചെയ്യണം. ഒപ്പം തന്നെ ഭഗവാന് അർഘ്യം കൊടുക്കാൻ താല്പര്യമുള്ളവർ അർഘ്യം കൊടുക്കുകയും വേണം. ഒരു പുതിയ വർഷം നമുക്ക് ഐശ്വര്യമുണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്.
സോ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ മധുരമായിട്ട് അന്നത്തെ ദിവസം 1-ാം തീയതി അതിരാവിലെ നമ്മൾ നമ്മുടെ വീട്ടിൽ പാൽ പായസം ഉണ്ടാക്കണം. മറ്റൊന്നും നിങ്ങൾ നിങ്ങളുടെ അടുപ്പിൽ അന്ന് രാവിലെ, അതിപ്പം ഗ്യാസ് അടുപ്പാണെങ്കിലും നോർമൽ അടുപ്പാണെങ്കിലും പാചകം ചെയ്യരുത്. അതിരാവിലെ മധുരമുണ്ടാക്കി തുടങ്ങും. ഇപ്പോൾ ഒരുപാട് പേര് പറയും തണുപ്പായതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്, അത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നവരൊക്കെയുണ്ട്. അപ്പോൾ കുളിക്കാതെ നമുക്ക് എന്തായാലും പാൽപ്പായസം ഉണ്ടാക്കാൻ പറ്റില്ല. അത് നിങ്ങൾ എന്തെങ്കിലും അതിനുള്ളൊരു ട്രിക്ക് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം 1-ാം തീയതി ദിവസം കുളിക്കാനുള്ള ചൂടുവെള്ളം തയ്യാറാക്കുന്നതിനേക്കാട്ടിലും ശ്രേഷ്ഠം നമ്മൾ മധുരമുണ്ടാക്കുക. ആ മധുരം ആദ്യം തന്നെ നമ്മുടെ പൂജാമുറിയിലിരിക്കുന്ന ഭഗവാന്മാർക്ക് സമർപ്പിച്ചുകൊണ്ടുള്ളൊരു തുടക്കം എന്ന് പറയുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. അതിലാദ്യം തന്നെ അത് 2 പാർട്ടായിട്ട് നമ്മൾ മാറ്റണം. പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് അതിൽ ഒരല്പം എടുത്ത് ഗണേശ ഭഗവാന് നമ്മൾ ആദ്യം കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഭഗവാൻ, അതായത് നാരായണനും ലക്ഷ്മി ദേവിക്കും നമ്മൾ ചെയ്ത പൂജയിൽ അത് വെക്കണം. അതിനുശേഷം കർപ്പൂര ആരതിയും എടുത്ത് ഐശ്വര്യങ്ങളും നിറഞ്ഞതാക്കി തരാൻ പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം 1-ാം തീയതി ചെയ്യണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ.